ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. അവിടെ റെസ്റ്റിലും ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. പിന്നെ ഇതാ പോണ വഴിയിൽ നമ്മുടെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി. ഇവിടെ ഓഫറിൻ്റെ പെരുമഴയാണെന്ന് വേണമെങ്കിൽ പറയാം. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അതല്ലാണ്ട് 50% ഡിസ്കൗണ്ട്, എല്ലാത്തിനും ഓഫറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ പോയത് ഇതാ പാത്രങ്ങളിലോട്ടായിരുന്നു. അത് അങ്ങനെയാണല്ലോ നമ്മൾ പെണ്ണുങ്ങൾ അല്ലേ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് എല്ലാം ഒന്ന് കണ്ട ശേഷം നമ്മൾ ദറസിലൊരു ഫാൻറ്റസി ബിസ്ക്കറ്റും പിന്നെ ഒരു ബുക്കും വാങ്ങിയിട്ടുണ്ട്. നേരം പോയത് അറിഞ്ഞേ ഇല്ല, ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിസ്മി പോയത് തന്നെ സ്ട്രോബെറി വാങ്ങാനായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ അവിടേക്ക് വരുന്ന വഴിയിൽ ഇതാ സ്ട്രോബെറി കണ്ടു, അങ്ങനെ അതും വാങ്ങി. അങ്ങനെ ഞങ്ങളിതാ വീടെത്തിയിട്ട് അവൻ ഞങ്ങളെയും കാത്ത് നിൽക്കുകയായിരുന്നു. പിന്നെ ഇതാ നമ്മൾ കൊണ്ടുവന്ന ഫാൻറ്റസി ബിസ്ക്കറ്റിൻ്റെ ഒക്കെ എണ്ണ എടുക്കുമായിരുന്നു കേട്ടോ. 21 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, 99 രൂപ അങ്ങനെ എന്തായിരുന്നു കേട്ടോ അതിൻ്റെ വില. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കടലാസ് പൂവൊക്കെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ. പാഷൻ ഫ്രൂട്ടും മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ അതാ പത്തിരി ഉണ്ടാക്കുക കേട്ടോ. പത്തിരിയും ചിക്കൻ കറിയാണ് രാത്രിക്കൽക്ക്. ഇക്കതാ എന്തായാലും വന്നതല്ലേ, അപ്പോൾ വണ്ടി കഴുകാൻ നല്ല സൗകര്യം എന്നും പറഞ്ഞിട്ട് ഇതാ വണ്ടിയൊക്കെ കഴുകണുണ്ട്. പിന്നെ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കണം. ചിക്കൻ കറിയും പത്തിരിയും പിന്നെ പൊറാട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക അവനിക്ക് പൊറാട്ട വാരി കൊടുക്കുകയാണ്. ഞാനിതാ പത്തിരി എടുത്തിട്ടുണ്ട്, ഞാനും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വലത് കയ്യിലായിരുന്നു മുറിവ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി. രണ്ടാൾക്കും രാവിലെ ഡ്യൂട്ടിയിലോട്ട് കുറച്ച് സാധനം വാങ്ങാൻ നിർത്തിയപ്പോഴായിരുന്നു കേട്ടോ നമ്മുടെ ഫിലിം ആക്ടർ ഷേജു ചേട്ടനെ കണ്ടത്. അപ്പോൾ ആളോട് വർത്താനൊക്കെ പറഞ്ഞു, പക്ഷേ വീഡിയോ എടുത്ത് ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.